ഒരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളുടെ അക്കൗണ്ടിലൂടെ 10 ലക്ഷം ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ 10,000 രൂപയോ 20,000 രൂപയോ കമ്മീഷൻ തരാൻ പറഞ്ഞുകൊണ്ട് ആരെങ്കിലും നിങ്ങളെ സമീപിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ നിരന്തരം ഇത്തരത്തിലുള്ള കേസുകളാണ് ദിവസവും കൈകാര്യം ചെയ്യുന്നത്. നിരപരാധികളായ നിരവധി പേർ വെറും അറിവില്ലായ്മ കൊണ്ട് ഗുരുതരമായ ക്രിമിനൽ കേസുകളിൽ പ്രതി ചേർക്കപ്പെടുന്നത് കണ്ടിട്ടുണ്ട്. ഇതിനെ മ്യൂൾ അക്കൗണ്ട് ഫ്രോഡ് എന്ന് പറയും. ഡ്രഗ് ട്രാഫിക്കിംഗ്, സൈബർ ഫ്രോഡ്, ഹ്യൂമൻ ട്രാഫിക്കിംഗ് ഇതുപോലുള്ള ഗുരുതര കുറ്റകൃത്യങ്ങളിലൂടെ സമ്പാദിച്ച പണം നേരിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ആ പണം ക്ലീനാക്കാൻ, അതായത് മണി ലോണ്ടറിങ് നടത്താൻ വേണ്ടി ഇവർക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് വേണം. നിങ്ങൾ അക്കൗണ്ട് കൊടുക്കുന്ന നിമിഷം നിങ്ങൾ ആ ക്രൈമിൻ്റെ ഭാഗമായി. നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്തത് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് പ്രകാരം ശിക്ഷാർഹമായ കുറ്റമാണ്. നിങ്ങളുടെ അക്കൗണ്ടിൽ വന്ന പണവും പിന്നിൽ പ്രവർത്തിച്ചവരും അപ്രത്യക്ഷമാവും. പക്ഷേ ബാങ്ക് റെക്കോർഡിൽ ഉണ്ടാകുന്നത് നിങ്ങളുടെ പേര് മാത്രമായിരിക്കും. അക്കൗണ്ട് ഫ്രീസ് ആവും, വസ്തുക്കൾ കണ്ടുകെട്ടാം, അറസ്റ്റ് ഉണ്ടാകാം. PMLA പ്രകാരം 3 മുതൽ 7 വർഷം വരെ തടവ് ശിക്ഷ ലഭിക്കാം. വെറും 10,000-നോ 20,000-നോ വേണ്ടി നിങ്ങളുടെ ജീവിതം മൊത്തം റിസ്കിലാക്കരുത്. നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് നിങ്ങളുടെ ഐഡന്റിറ്റിയാണ്, അത് ആർക്കും കൈമാറരുത്. ഇത്തരത്തിൽ സമീപനം ഉണ്ടായാൽ ഉടനടി സൈബർ ക്രൈം ഹെൽപ്പ് ലൈനായ 1930 ഉടനടി വിളിക്കുക. ഈ വീഡിയോ ഷെയർ ചെയ്യും. നിങ്ങളുടെ ഒരു ഷെയർ ആരുടെയെങ്കിലും ഒരു ജീവിതം രക്ഷിച്ചേക്കാം.